ഹായ് ഗായ്സ്, അങ്ങനെ എന്താ നമ്മൾ താലികെട്ടിന് പോവുകയാണ്. അങ്ങനെ ഇവിടെ എത്തി. നമ്മൾ ലൈവായിട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കുകയാണ്. വാട്ടർമെലൺ ജ്യൂസ്, മിൻറ്റ് ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടായിരുന്നത്. നല്ല ചൂടാണല്ലോ, ഇപ്പോൾ എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത് കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. അങ്ങനെ എന്താ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇതെൻ്റെ വല്യമ്മയുടെ മകനും അവരുടെ 2 കുട്ടികളുമാണ് കേട്ടോ. അങ്ങനത്തെ മുകളിലാണ് സ്റ്റേജ്, താഴെ ഭക്ഷണത്തിൻ്റെ ഹോളാണ്. അപ്പോൾ അത് നമ്മളിവിടെ എത്തി. സ്റ്റേജ് വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല ആൻറ്റിക്കൊക്കെ കൊടുത്തിട്ട് ആൻറ്റിക്കിൻ്റെ ജുമുക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സ്റ്റേജ് ആയിരുന്നു, നല്ല അടിപൊളി സ്റ്റേജ് ആയിരുന്നു. അങ്ങനത്തെ കല്യാണപ്പെണ്ണ് വരികയാണ് താലൊക്കെ ആയിട്ട്. പിന്നെ അച്ഛൻ, അമ്മ, അനിയത്തിയൊക്കെ കൂടെ ഉണ്ട്. അങ്ങനത്തെ വന്ന് കയറുന്നു. അടുത്തത് ഓരോരോ ചടങ്ങിലേക്കായിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റേജിൽ നിറച്ചും ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ശരിക്കും കാണുന്നില്ല. പക്ഷെ സ്ക്രീന് വെച്ചതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേജിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നോക്കിയിട്ടും കാര്യമില്ല. പക്ഷെ ഇതിലെന്താണെന്ന് വെച്ചാൽ നല്ല സൂം ആയതുകൊണ്ട് ശരിക്കും അവരുടെ ഫേസ് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ തരത്തിലുള്ള എക്സ്പ്രഷൻസും നമുക്കിവിടെ ഇരുന്ന് കണ്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ അവനോട് നേരിട്ട് പോലും പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. അവൾക്ക് കുഴപ്പമില്ല, എന്താണ് ടെൻഷൻ കൊണ്ടായിരിക്കാം, താലികെട്ടിൻ്റെ സമയത്തുള്ളൊരു ടെൻഷനായിരിക്കാം. മുഖത്ത് അവൻ ചിരിക്കുകയാണോ കരയാണോ, പലതരം എക്സ്പ്രഷൻസ് ആയിരുന്നു അവൻ്റെ മുഖത്ത് കാണാണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഇരുന്നിട്ട് തമ്മിൽ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. പിന്നെ സ്റ്റേജിൽ പോയിന്ന് ശരിക്കും കാണാമായിരുന്നു. പക്ഷേ മോനൊക്കെ എടുത്തിട്ട് തന്നെ ആകെ സാരിയൊക്കെ തന്നെ നാശമായിരിക്കണം. അതോടുകൂടി എനിക്ക് മതി ഇതൊരു ഭാഗത്ത് ഇരുന്നിട്ട് പറ്റണേ കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇവന് തീരെ ഇരിക്കണില്ലെന്നേ, ഫുൾ ടൈം ഇറങ്ങി നടക്കണം. അപ്പോൾ അവിടെ ആകുമ്പോൾ ഞാനവിടെ ഇരുന്നിട്ട് അവങ്ങനെ കുറച്ച് അവിടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ അവിടെ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട ഈ സ്ക്രീന് വെച്ചതുകൊണ്ട് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലേ. ഇപ്പോൾ നോക്ക്, സ്റ്റേജിൽ ശരിക്കൊന്നും കാണണില്ലല്ലോ. അപ്പോൾ സ്ക്രീൻ വെച്ചത് എന്തായാലും നല്ല നല്ല കാര്യമായിന്ന് തോന്നി. അങ്ങനെ അത് അവരുടെ താലികെട്ട് ഇവിടെ കഴിയുകയാണ്. പിന്നെ താലി കെട്ടിക്കഴിഞ്ഞാൽ പെങ്ങൾ താലിയും മാലയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്ന ഒരു അവകാശം ഉണ്ടല്ലോ. അപ്പോൾ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ, ഇനി ഞാൻ ചെക്കൻ പെണ്ണ് എന്നൊന്നും പറയുന്നില്ല, ഞാൻ ഇവരെ പേര് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു. എൻ്റെ മേമയുടെ മോനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മോൻ്റെ പേര് ഉജ്വൽ എന്നാണ്, ഞങ്ങൾ ഉജ്ജു എന്ന് വിളിക്കും. കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേര് ശ്രുതി എന്നാണ്. അങ്ങനെ താലിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഉജ്ജു അവൾക്ക് മാലയിട്ട് കൊടുത്തു. പിന്നെയുള്ള ചടങ്ങുകളൊക്കെ ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് തന്നെയാണ് എല്ലാ ചടങ്ങുകളും ചെയ്യാറ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും പല രീതികളാണ്, ചടങ്ങുകളായാലും അങ്ങനെ ഓരോ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും അങ്ങനെ ഓരോന്നും പല രീതികളാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ്. അപ്പോൾ അതാ ഇരുന്നതിന് ശേഷം സിന്ദൂരം തൊട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ റിങ് എക്സ്ചേഞ്ച് ചെയ്തു. അതൊക്കെ ഇരുന്നിട്ടാണ് ചെയ്തത്. അങ്ങനെ റിങ് എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ നിന്നു. അതിന് ശേഷം ശ്രുതിയുടെ അമ്മ വന്നിട്ട് നിലവിളക്കും പിന്നെ ചെറിയ കിണ്ടി അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടിയുള്ളൊരു തട്ടും അവളുടെ കയ്യിൽ കൊടുത്തു. നമ്മുടെ ഈ ഭാഗത്ത് തീരെ ഇല്ലാത്തൊരു ചടങ്ങാണത്. ഞാനിതുവരെ കണ്ടിട്ടുമില്ല, ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ അവളത് വാങ്ങിച്ച് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർമാർ അതൊക്കെ വീഡിയോയും അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവരെ ഇരുത്തി. എന്നതിന് ശേഷം അവളുടെ ഏട്ടൻ വന്നിട്ട് അവന് മാലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവനും അവൾക്കൊക്കെ ഷേക്കാൻഡും അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. സദ്യ ചില കറികളൊക്കെ സെയിം ആണ്, അതായത് കോമൺ ആയിട്ടുള്ള കാളൻ, അവിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ചില വ്യത്യാസമായിട്ടുള്ള കറികളുണ്ട്. പിന്നെ കഴിക്കുന്ന രീതി വളരെ ചേഞ്ചാണ്. ആദ്യം പരിപ്പും ചോറും, പിന്നെ സാമ്പാറും ചോറും, പിന്നെ ഒരു ഫ്രൂട്ട് സാലഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ശർക്കര പായസം, അതായത് അടപ്രഥമനായിരുന്നു. ആ പായസവും ബോളിയും അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അമ്പടൂനായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാക്കി എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടുത്തൊരു ഇമോഷണൽ സീനാണ്. നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം അവരോടൊക്കെ യാത്ര പറയും, അനുഗ്രഹം മേടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ലാസ്റ്റായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹവും മേടിച്ച് യാത്ര പറയുമ്പോൾ അച്ഛൻ നല്ല ഇമോഷണലായി. പിന്നെ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മയും, അത് കഴിഞ്ഞിട്ട് അനിയത്തിയോട് പറഞ്ഞപ്പോൾ അനിയത്തി ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അനിയത്തി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവളിറങ്ങി. ഇനി നമ്മൾ അവിടെ ഉജ്ജുവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ റിസപ്ഷനാണ്. അത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് വരും റിസപ്ഷന് കൂടാൻ. ഞാനും ഇനി റിസപ്ഷൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പം നിങ്ങളെല്ലാവരും കല്യാണത്തിൻ്റെ തലേ ദിവസത്തെയും മണ്ണാർശാല പോയതും ഇപ്പോഴത്തെ ഈ കല്യാണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടവരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.